പ്രിയപ്പെട്ടവരെ, മുജീബാണ്. ഇന്നലെ ഞായറാഴ്ച ദിവസത്തെ നമ്മുടെ സ്ഥിരം പരിപാടികളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ചില വീഡിയോകളൊക്കെ കണ്ടിട്ട് ചില സുഹൃത്തുക്കളൊക്കെ ചോദിക്കാറുണ്ട്, നമ്മൾ ഈ ഭക്ഷണ വിതരണത്തിനുള്ള സാധനങ്ങൾ വാങ്ങുന്നത് വലിയ സൂപ്പർ മാർക്കറ്റുകളിൽ നിന്നാണോ എന്ന്. ചുരുക്കം ചില സാധനങ്ങൾ മാത്രമാണ് വലിയ കടകളിൽ നിന്ന് നമ്മൾ വാങ്ങുന്നത്. ബാക്കിയുള്ള സാധനങ്ങളൊക്കെ നമ്മുടെ വീടിനടുത്തുള്ള ചെറിയ ചെറിയ കടകളിൽ നിന്ന് വാങ്ങുകയാണ് പതിവ്. ഇത് നമ്മുടെ അടുത്ത് തന്നെയുള്ള ശാന്തയമ്മയുടെ കടയാണ്. തൈരും തേങ്ങയും ഒക്കെ നമ്മൾ ഇവിടെ നിന്നാണ് വാങ്ങുന്നത്. കഴിഞ്ഞ ദിവസം വാങ്ങിയ തൈര് തികയാത്തത് കൊണ്ട് കുറച്ചുകൂടി വാങ്ങാൻ വന്നതാണ്. പക്ഷേ ഇവിടെ ഇപ്പോൾ നമുക്ക് ആവശ്യമായത്ര തൈര് ഉണ്ടായിരുന്നില്ല. 2 കവർ തൈര് കൂടി മറ്റൊരു കടയിൽ നിന്ന് വാങ്ങേണ്ടി വന്നു. ഇന്ന് നമ്മൾ കൊല്ലം നഗരത്തിലെ അശരണരായ സഹോദരങ്ങൾക്കിടയിൽ വിതരണം ചെയ്യാനായി ഈ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്ന ഭക്ഷണത്തിൻ്റെ ചിലവ് വഹിച്ചിരിക്കുന്നത് പുല്ലിച്ചിറ സ്വദേശിയായ പ്രിയപ്പെട്ട ഒരു പ്രവാസി സഹോദരനാണ്. ഒന്നിലധികം മീൻ വിഭവങ്ങളും കറികളും തൊടുകറികളുമൊക്കെ ഉൾപ്പെടുത്തി രുചികരമായി തന്നെയാണ് നമ്മൾ ഈ ഭക്ഷണം ഇപ്പോഴും തയ്യാറാക്കുന്നത്. അതിരാവിലെ 6 മണിക്ക് നമ്മുടെ വീട്ടിൽ അടുപ്പ് കത്തിച്ച് വെള്ളം ചൂടാക്കാൻ ഇടുന്നത് മുതൽ തുടങ്ങുന്ന ഈ ദൗത്യം ഉച്ച കഴിഞ്ഞ് ഏകദേശം 2:30 മണിയോടെ കൊല്ലം നഗരത്തിൽ അവസാനത്തെ പൊതിയും കൊടുത്തു തീർക്കുമ്പോഴാണ് അവസാനിക്കുന്നത്. എല്ലാ തവണയിലേതും പോലെ യാസറും റയാനും മറ്റ് കുടുംബാംഗങ്ങളും എല്ലാം ചേർന്നാണ് ഭക്ഷണം ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. തയ്യാറാക്കിയ ഭക്ഷണം വാഹനത്തിലേക്ക് കയറ്റുകയാണ്. ഈ ഭക്ഷണം നമ്മൾ അർഹരായ സഹോദരങ്ങൾക്കിടയിൽ വിതരണം ചെയ്യുന്നത് മറ്റൊരു വീഡിയോയിലൂടെ അവതരിപ്പിക്കാമെന്നാണ് കരുതുന്നത്. ഇന്ന് ഭക്ഷണ വിതരണത്തിന് നമ്മൾ കുടുംബാംഗങ്ങൾ തന്നെയാണ് പങ്കെടുക്കുന്നത്. ഭക്ഷണവും വെള്ളവുമൊക്കെ വാഹനത്തിലേക്ക് കയറ്റി കഴിഞ്ഞു. ഇനി ഈ ഭക്ഷണവുമായി കൊല്ലം നഗരത്തിലെ തെരുവുകളിലേക്ക് ഒരിക്കൽ കൂടി പോവുകയാണ്.